ഡോക്ടർ, സാധാരണയായി പലതരത്തിലുള്ള പൊള്ളലുകളാണല്ലോ നമ്മൾ കണ്ടുവരുന്നത്. ഇത് വീട്ടിൽ വെച്ച് സംഭവിച്ചാൽ നമ്മൾ ഉടനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നോർമലി ബേൺസ് ഇപ്പം നമ്മൾ വീട്ടിലാവുമ്പോൾ കിച്ചണിലാവാം, യൂഷ്വലി ഹോട്ട് വാട്ടർ കാണും അവിടെ, അപ്പം കുക്കിങ്ങിൻ്റെ സമയത്താവാം ബേൺസ്. പിന്നെ യൂഷ്വലി ആവുന്ന ഈ ചൂടുവെള്ളം കുളിക്കാൻ കൊണ്ടുവന്ന നേരത്ത് ഇതെവിടെയെങ്കിലും കുട്ടികൾ അകത്ത് വീഴോ അങ്ങനെ തട്ടി വീഴോ അങ്ങനെയൊക്കെ ആവാറുണ്ട്. അതല്ലാതെ നമ്മൾ കുളിക്കുന്ന സമയത്ത് ഹീറ്ററിൽ നിന്ന് ചൂടുവെള്ളം വരും. ഇതൊക്കെ കോമൺ ആണ്. പിന്നെ ഉള്ളത് പിള്ളേർ കുട്ടികൾ ലൈറ്റർ വെച്ച് കളിക്കുക, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ആക്സിഡന്റലി എവിടെയെങ്കിലും തീ പിടിക്കുക, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് വരും, അങ്ങനെയൊക്കെയാണ് നമുക്കൊരു തീ വീട്ടിലുണ്ടാവുന്നത്. അപ്പം തീ നമുക്ക് ബേൺസ് ആവുന്ന വാട്ടർ വെച്ചാവാം വീട്ടിൽ, അല്ലെങ്കിൽ ഈ ഇലക്ട്രിസിറ്റി കൊണ്ടാവാം, അല്ലെങ്കിൽ ഈവൻ കെമിക്കൽസ് കൊണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഫയർ ഉണ്ടാവാം. അപ്പം ഇതെല്ലാം ഇഷ്യൂസ് നമുക്ക് ബേൺസ് വീട്ടിലാവാൻ സാധ്യതയുണ്ട്. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ചില കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് നമ്മൾ ഈ കുട്ടി അല്ലെങ്കിൽ ഈ അഡൾട്ടിന് നമ്മൾ ആ സൈറ്റിൽ നിന്ന് വെളിയെടുക്കണം. ഏതാ നമ്മുടെ ഈ ആക്സിഡന്റ് സൈറ്റിൽ നിന്ന്. അപ്പൊ അവിടെ തീ വന്നുകൊണ്ടിരിക്കുന്ന അവിടെ നിന്ന് ആദ്യം വെളിയെടുക്കണം. അല്ലെങ്കിൽ ചൂടുവെള്ളം ഉള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ ഇനിയും പൊള്ളലാവാൻ സാധ്യതയുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ വെളിയെടുക്കുക. അല്ലെങ്കിൽ ഇലക്ട്രിക് ഇപ്പം ഏരിയാസ് ആണെങ്കിൽ നമുക്ക് ആ ഏരിയയിൽ നിന്ന് വെളി മാറ്റണം. അത് നമ്മൾ കെയർഫുൾ ആയിട്ട് ചെയ്യണം. വുഡൻ സ്റ്റിക്ക് യൂസ് ചെയ്ത് ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യണം, വുഡൻ സ്റ്റിക്ക് യൂസ് ചെയ്യണം. ബാക്കി ആർക്കും ഇലക്ട്രിക് ഷോക്ക് കൊള്ളാതിരിക്കണം. നമ്മൾ ഈ സേവ് ചെയ്യുന്ന പോകുന്ന ആളിന് ആവാൻ പാടില്ല. അപ്പൊ അതെല്ലാം മാറ്റിയിട്ട് അതേ എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബേസ് മെക്കാനിസം തുടങ്ങുന്നത്. ഫസ്റ്റ് നമ്മളിപ്പം ചൂടുവെള്ളം അല്ലെങ്കിൽ തീന്റെ പൊള്ളലാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ കൊണ്ടുപോയി വെള്ളത്തിന്റെ ആദ്യം വെള്ളം ഇടുക. ബിക്കോസ് മെയിൻ എയിം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ ടെമ്പറേച്ചർ കുറയ്ക്കണം. ഈ പൊള്ളലുണ്ടാവുന്ന ടെമ്പറേച്ചർ കൂടിയിട്ടാണ്. നമ്മുടെ ഒരു 41, 42, 43, 44 മുകളിൽ പോയി കഴിഞ്ഞാൽ ബേൺസ് ആവും. അപ്പൊ ആ ഇമ്മീഡിയറ്റ്ലി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അത്രയും ഇന്റൻസിറ്റി നമ്മുടെ ബേണിന്റെ കുറയും. അപ്പൊ ആദ്യത്തെ അത് വെള്ളം ഇടുക. നമ്മളൊരു 4-5 മിനിറ്റ്സ് വെള്ളം ഇടുക. കിച്ചണിലാണെങ്കിൽ ഡയറക്റ്റ് ടാപ്പിന്റെ താഴെ വെക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബാത്റൂമിലാണെങ്കിൽ ഷവറിന്റെ താഴെ, വലിയ ഏരിയാസ് ആണെങ്കിൽ ഷവറിന്റെ താഴെ വെക്കാം. ബ്ലിസ്റ്റേഴ്സ് നമ്മൾ പൊട്ടിക്കാൻ പാടില്ല. ക്ലീൻ ആക്കി ഒരു ക്ലോത്ത് വെച്ച് ഡ്രൈ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ആന്റിബയോട്ടിക് ഓയിൻമെന്റ് ഉണ്ടെങ്കിൽ കവർ ചെയ്യുക. പിന്നെ ഒരു ഡ്രൈ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യുക. എത്ര എളുപ്പം നമുക്ക് കൊച്ചു ബേൺ ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ട്രീറ്റ് ചെയ്യാം, വലിയതാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്യാം. ഓക്കെ സർ. ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ബേൺസ് ഇല്ലേ, അത് നമ്മൾ എങ്ങനെയാണ് പ്രാഥമിക ചികിത്സകൾ ചെയ്യേണ്ടത്? പിന്നെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ എന്തൊക്കെയായിരിക്കും? അപ്പൊ ഞാൻ ഇപ്പം പറഞ്ഞ പോലെ ഇത് തന്നെയാ. ഫസ്റ്റ് എയ്ഡ് നമ്മൾ ബേസ് ആയിട്ട് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ കെയർ എടുക്കേണ്ടത് നമ്മൾ ഈ ഇഞ്ചുറി എക്സ്റ്റെൻഡ് ആവാൻ പാടില്ല. ഇപ്പം ബേൺസ് ആണെങ്കിൽ അത് ആ സൈറ്റിൽ നിന്ന് നമ്മൾ പേഷ്യന്റിനെ വെളിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം പറഞ്ഞ പോലെ ആ ബേസിക്കലി ഇപ്പം അവർക്ക് ഓർണമെന്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചു, നമ്മൾ ഓർണമെന്റ്സ് എടുക്കണം. ബിക്കോസ് ഈ ബേൺസ് വന്നു കഴിയുമ്പോൾ നല്ലവണ്ണം നീര് വരും. നീര് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഓർണമെന്റ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. അത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഓയിൻമെന്റ്സും ക്രീംസും. പെയിൻ കില്ലേഴ്സ് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇപ്പം പാരസെറ്റമോളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അതുപോലെ നമ്മൾ ഹോസ്പിറ്റലിൽ വിളിക്കുക, ആരെ വിളിക്കുക, ഇമ്മീഡിയറ്റ്ലി കാറിൽ എടുക്കുമ്പോൾ പോവുക, ആംബുലൻസിൽ കൊണ്ടുപോകുക. ആ രീതിയിൽ നമ്മൾ വേണം ചെയ്യാൻ. പിന്നെ ഓരോ ടൈപ്പ് ഓഫ് ബേൺസ് ഉണ്ട്. ഇപ്പം മെയിനായിട്ടുള്ള നമ്മൾ വരുന്ന തീൻ്റെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ആണെങ്കിൽ, കെമിക്കൽസ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമ്മൾ വെള്ളം ഇടുക അതിൻ്റെ പുറത്ത്. ആ രീതിയിൽ വേണം നമ്മളത് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ. വേറെ കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇപ്പോൾ ലോട്ട് ഓഫ് പീപ്പിൾ ആൾക്കാർ അതിൻ്റെ പുറത്ത് എന്താ പറയുക നെയ്യ് കൊണ്ടിടും, അല്ലെങ്കിൽ പിന്നെ വേറെ ടൂത്ത് പേസ്റ്റ് പോലത്തെ സാധനങ്ങൾ ഇടും, അതുപോലത്തെ വേറെ എന്തെങ്കിലും തണുക്കാൻ വേണ്ടി കാര്യങ്ങൾ ഇടും. അപ്പൊ അതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം. ബിക്കോസ് മെയിനായിട്ട് അത് നമ്മുടെ ആ ടിഷ്യൂസിന് ഹീറ്റ് വെളിയിലോട്ട് പോകാൻ അത് പ്രിവെന്റ് ചെയ്യും. അപ്പം ഡാമേജ് കൂടുതലാവും. അപ്പൊ അതുകൊണ്ട് വി ഷുഡ് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യണം ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ. വെള്ളം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ കവർ ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിന്റെ ബാക്കിയുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ ചെയ്യുക. കുഞ്ഞുങ്ങൾക്കല്ലേ വലിയ ആൾക്ക്, മുതിർന്ന ആൾക്ക് പൊള്ളലുകൾ ഏൽക്കുമ്പോൾ ആ പൊള്ളലേറ്റ ഭാഗം വെള്ളത്തിൽ മുക്കി വെക്കണം എന്നാ പറയാറ് സാധാരണ. മുക്കി വെക്കുകയാണ് വേണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെള്ളം കോരി ഒഴിക്കുന്ന ഏതാണ് കൂടുതൽ ഫലപ്രദമായിട്ട് വരുന്നത്? ആക്ച്വലി അതിന്റെ അകത്ത് നമ്മുടെ മെയിൻ എയിം നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുന്നത്. ഇപ്പം കൈ ആണെങ്കിൽ ഇപ്പം നമ്മൾ കൈയിന്റെ ഭാഗം വല്ലതും പോകാനാണ് നമുക്ക് ടാപ്പിന്റെ താഴെ ഏറ്റവും ബെസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ടാപ്പിന്റെ തുറക്കുക, അതിന്റെ താഴെ വെക്കുക. ഇപ്പം ബാത്റൂം നമുക്ക് അവൈലബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ ഷവർ അവൈലബിൾ, ഇമ്മീഡിയറ്റ്ലി അതിന്റെ താഴെ വലിയ ഏരിയ ആണെങ്കിൽ താഴെ പോയി നിൽക്കുന്ന ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കൊച്ചു ബേണൊക്കെ ആണെങ്കിൽ, ഇപ്പം ഫിംഗർ ടിപ്പ് ബേൺ ആണെങ്കിൽ നമുക്കൊരു പാത്രം അല്ലെങ്കിൽ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് കൈമുക്കി. അപ്പം നമ്മുടെ ആ സാഹചര്യം അനുസരിച്ച് നമുക്ക് ആ രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മുടെ മെയിൻ എയിം വെള്ളം നമ്മൾ അതിന്റെ പുറത്ത്
ഇട്ട് വെച്ചേക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ചില കെമിക്കൽ ബേൺസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 15-20 മിനിറ്റ്സ് വരെ നമുക്ക് വെള്ളം ഇട്ടുകൊണ്ടിരിക്കണം അതിന്റെ പുറത്ത്. അപ്പൊ അത് നമ്മൾ കണ്ടിന്യൂസ്ലി വെള്ളം ഇറിഗേറ്റ്, ബിക്കോസ് ആ ആസിഡിന്റെ അല്ലെങ്കിൽ ആ ആൽക്കലിന്റെ ആക്ടിവിറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ വാട്ടർ കണ്ടിന്യൂസ്ലി ഇടണം. അത് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ആക്ടിവിറ്റി കുറയും. അപ്പൊ അത് നമ്മൾ ഈവൻ ട്രാൻസ്ഫോറിന്റെ സമയത്ത് ഇപ്പൊ നമ്മൾ തുടങ്ങി കഴിഞ്ഞാന്ന് വിചാരിച്ചു, അപ്പൊ നമ്മൾ ഒരു 10-15-20 മിനിറ്റ്സ് ഹോസ്പിറ്റലിൽ പോകണം. അവിടെ പോയിട്ടല്ല ട്രീറ്റ്മെന്റ് വേണം, നമ്മൾ അപ്പോഴേ വെള്ളം ഇട്ട് അതുപോലെ നമ്മൾ വാട്ടർ ക്യാരി ചെയ്ത് കണ്ടിന്യൂസ്ലി നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പൊ അതിന്റെ ആ കെമിക്കലിന്റെ ആക്ഷൻ സ്കിന്നിന്റെ പുറത്ത് അത്രയും ലെസ് ആയിട്ട് വരും, അത്രയും ഇഞ്ചുറി കുറയും. അപ്പൊ നമ്മളൊരു കണ്ടിന്യൂസ്ലി നമുക്ക് ഈ വാട്ടറാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ചില ആൾക്കാരുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ തീ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം ഇടുമെന്ന് വിചാരിക്കും. അപ്പം വെള്ളം ഇടുമ്പോൾ വെള്ളം തിളയ്ക്കും. അപ്പം വെള്ളം തിളച്ചു കഴിഞ്ഞാൽ പിന്നെയും ബേൺസ് ആവും. അപ്പൊ അങ്ങനെ കുറെ പേഷ്യൻസ് വരാറാണ്. അപ്പൊ നമ്മൾ ചോദിക്കും അവരോട്, വെള്ളം തന്നെ ഇട്ടില്ല, വെള്ളം ഉണ്ടായിരുന്നല്ലോ. ഇല്ല, വെള്ളം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബോയിൽ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ അത് ബേൺസ് കൂടുതൽ. അപ്പൊ അതൊരു തെറ്റിദ്ധാരണയാ. വെള്ളം നമ്മൾ ഇടുമ്പോൾ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ ലോയാ. അപ്പൊ അത് ഡെഫിനറ്റ്ലി ടെമ്പറേച്ചർ കുറയും, അത്രയും ഇഞ്ചുറി കുറയും. പിന്നെ ഒരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ഐസ് ഇടേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർക്ക് ഐസ് അങ്ങ് അപ്ലൈ ചെയ്യും. ഐസ് എന്ന് പറഞ്ഞാൽ അത് നല്ലതല്ല, ബിക്കോസ് ഐസ് തന്നെ ഭയങ്കര ലോ ആയിട്ട് ടെമ്പറേച്ചർ കൊണ്ടുപോകും. അപ്പം ഫ്രോസ്റ്റ് ബൈറ്റ് ഉണ്ടാകും. കണ്ടിന്യൂസ്ലി ഐസ് ഒരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറഞ്ഞ ഒരു ബേൺ ഉണ്ട്. അത് ലോ ടെമ്പറേച്ചർ നമ്മുടെ ഇവിടെ കാണാറില്ല, ബിക്കോസ് നമുക്ക് സ്നോയും ഐസും ഒന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ കോൾഡ് കൺട്രീസിലൊക്കെ ഐസും സ്നോ ഉള്ള സ്ഥലത്ത് അവർക്ക് ഈ കാലം നമ്മൾ കൂടുതൽ നേരം ഐസ് വെക്കുമ്പോഴത്തേക്കും ഫ്രോസ്റ്റ് ബൈറ്റ് ആവും, സർക്കുലേഷൻ കുറയും, ആ ഭാഗം ബ്ലാക്ക് ആവും, ഗാംഗ്രീൻ ആവും. അപ്പൊ അങ്ങനെ നമ്മൾ എക്സസീവ് ടൈമിന് വേണ്ടി ഐസ് നല്ലതാ. അപ്പൊ ഐസ് എടുത്ത് വെച്ചാൽ ആ ഏരിയയ്ക്ക് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം ഐസ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നോർമൽ വാട്ടർ ജസ്റ്റ് പുട്ട് ടു റെഡ്യൂസ് ദ ടെമ്പറേച്ചർ, ഡിക്രീസ് ദ ഡാമേജ്. ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. പിന്നെ ഇലക്ട്രിക്കൽ ബേൺസും ഇപ്പൊ ഒരു ചൂടുവെള്ളം വേണ്ടിയിട്ടുള്ള ബേൺസിനും നമ്മൾ വീട്ടിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കല്ലോ, അത് രണ്ടിനും ചെയ്യേണ്ടത് സെയിം ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ അതില്? ഇതിന് ഡെഫിനറ്റ്ലി ഡിഫറൻസസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ചൂടുവെള്ളത്തിന് ബേൺസ് പറഞ്ഞാൽ മെയിൻലി നമ്മുടെ ഏരിയ ഓഫ് ബേൺ ലിമിറ്റഡ് ആയിരിക്കും. ആ സ്കിന്നിൽ മാത്രമേ ഉള്ളൂ മെയിൻ ആയിട്ടുള്ളത്. ഇപ്പം ചൂടുവെള്ളം കയ്യിൽ വീണിട്ടുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും എഫക്ട്. ചൂടുവെള്ളം ഇപ്പം ബോഡിയിൽ വീണിട്ടുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും അതിന്റെ എഫക്ട്. ആ രീതിയിലായിരിക്കും. പക്ഷേ ഇലക്ട്രിക്കൽ ബേൺ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റി നമ്മുടെ ബോഡി കൂടെ എവിടെയൊക്കെ ട്രാവൽ ചെയ്യുന്നു അവിടെയൊക്കെ ഇഞ്ചുറി ആവാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് 2 ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ ബേൺസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ വീടിന്റെ അകത്ത് സംഭവിക്കുന്നത്, അതിന് ലോ വോൾട്ടേജ് എന്നാ പറയുന്നത്. അത് യൂഷ്വലി നമ്മുടെ 1000 താഴെ ഉള്ളതാണ് നമ്മൾ ലോ വോൾട്ടേജ് ഇലക്ട്രിക്കൽ ബേൺസ് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ബേൺസ് ഉള്ളത് ഹൈ വോൾട്ടേജ്. ഹൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇത് ഹൈ ടെൻഷൻ ബേൺസ് പറഞ്ഞാൽ ഈ നമ്മുടെ വീടിന്റെ വെളിയിൽ അപ്പർ ഇലക്ട്രിസിറ്റി വയേഴ്സ് ഒക്കെ പോകത്തില്ലയോ, ഈ KSEBന്റെ വയേഴ്സ് ഒക്കെ, ഈ 12 kV 12,000 വോൾട്ട്സ് 11,000 ഇങ്ങനത്തെ 11 kV 12 kV അത് ഭയങ്കര വോൾട്ടേജാണ്. ആ ബേൺസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആ. ആൻഡ് ഇറ്റ് ക്യാൻ ഈവൻ കോസ് പേഷ്യന്റ് മരിക്കുകയും ചെയ്യും അങ്ങനെ ബേൺസ് അടിക്കുമ്പോൾ. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ്സ് രണ്ടും ഡിഫറെന്റ് ആണ്. നമ്മൾ ഫസ്റ്റ് എയ്ഡ് പൊള്ളലിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഈ ടെമ്പറേച്ചർ കുറയ്ക്കാനും വെള്ളം ഒഴിക്കാനും ഒക്കെയാണ്. പക്ഷെ ഇലക്ട്രിസിറ്റി ബേൺസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം സൈക്ലിൻ മാറ്റണം, ഇലക്ട്രിസിറ്റി കറന്റ് നമ്മൾ ഓഫ് ചെയ്യണം, സ്വിച്ച് ഓഫ് ചെയ്യണം, വുഡൻ മെറ്റീരിയൽസ് വെച്ച് വേണം ഈ ആളെ നമ്മൾ മാറ്റിയെടുക്കാൻ. പിന്നെ നമ്മൾ ആ ലോക്കൽ ഒരു ഇവാലുവേഷൻ വേണം. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പേഷ്യന്റിന് എന്തെങ്കിലും ബോഡിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ടോ, ബിക്കോസ് ഇലക്ട്രിക് കറന്റ് വരുമ്പോൾ ചിലപ്പോൾ ഹാർട്ടിനെ എഫക്ട് ചെയ്യാം, ഹാർട്ട് സ്റ്റോപ്പ് ആവും. അപ്പൊ അങ്ങനത്തെ ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ CPR ആദ്യം കൊടുക്കണം. ബ്രീതിങ് ഉണ്ടോ ഇല്ലയോ, ഹാർട്ട് ബീറ്റ് ഉണ്ടോ നോക്കണം. അതിന് CPR ചിലപ്പോൾ ആവശ്യം വരും. എന്നാലേ നമുക്ക് ആ പേഷ്യന്റിനെ റിവൈവ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ ഇലക്ട്രിക്കൽ ബേൺ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇലക്ട്രിക്കൽ ബേൺ വരുമ്പോഴത്തേക്കും അതിന്റെ ഏതൊക്കെ ഓർഗൻസിനെ എഫക്ട് ചെയ്ത് അതെല്ലാം ഇവാലുവേഷൻ വരും. അപ്പൊ അത് മൈനർ ഇലക്ട്രിക്കൽ ബേൺ ആണെങ്കിൽ ഓക്കെ, മേജർ ആണെങ്കിൽ അതിനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇവാലുവേഷൻ, മസിൽസിനെ എഫക്ട് ചെയ്യാം, കിഡ്നീസിനെ എഫക്ട് ചെയ്യാം, ബാക്കി ഓർഗൻസിനെ എഫക്ട് ചെയ്യാം, അതെല്ലാം നോക്കേണ്ടത്. അതൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. പക്ഷെ മെയിനായിട്ട് ഒരു നോർമൽ പേഴ്സൺ, ഒരു ലേമാൻ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രിക് കറണ്ട് ആണെങ്കിൽ സൈറ്റിൽ മാറ്റണം. ഇലക്ട്രിക് കറണ്ട് ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നമ്പർ 2, ആ പേഷ്യന്റിന് CPR ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കണം. അതല്ല ഉണ്ടെന്ന് മാത്രം ഇഷ്യൂ ആണെങ്കിൽ അത് ചെയ്യണം. അതുപോലെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ബിക്കോസ് ചിലപ്പം ഇവർക്ക് 24 to 48 hours മോണിറ്ററിംഗ് ആവശ്യമാണ്. ഈ 48 hours ചിലപ്പോൾ അവർക്ക് കാർഡിയാക് ചേഞ്ചസ് ആവാം. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇലക്ട്രിക് കറണ്ട് നമ്മൾ എപ്പോഴും ലൈറ്റ് ആയിട്ട് എടുക്കല്ലേ, വളരെ ഒരു സീരിയസ് ഇതാ. ഈവൻ ഹൗസ് ഇലക്ട്രിക് കറണ്ട് അടിച്ചിട്ട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. സർ, അതുപോലെ ഈ പേഷ്യൻസിന് ബേൺസ് പൊള്ളലേറ്റ പേഷ്യൻസിന് ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ഇൻഫെക്ഷൻസ് നമുക്ക് വരാതിരിക്കാനും വന്നു കഴിഞ്ഞാലും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ബേൺസിൽ ആക്ച്വലി വാട്ട് ഹാപ്പൻസ് ഇസ് ഈ പേഷ്യൻസിന്
അവരുടെ ഇമ്മ്യൂണിറ്റി ഒത്രയും കുറയും. നമ്മൾ നോർമൽ നമ്മുടെ ഒരു ബേൺ, ഞാൻ ഒരു കൊച്ചു ബേണിന്റെ അല്ല പറയുന്നത്, ഇപ്പൊ നമ്മൾ സ്മോൾ ഫിംഗർ ബേൺസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു പ്രോബ്ലം നമുക്ക് വരുന്നില്ല. പക്ഷെ ഇച്ചിരി വലിയ ബേൺസ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി കുറയും. ഇമ്മ്യൂണിറ്റി കുറയുന്ന ആ വൺ ഫാക്ടർ കൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻ, അണുബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്പർ 2, ഈ സ്കിന്ന് നമ്മളിപ്പം നോർമലി നമുക്ക് ബോഡിന്റെ സ്കിൻ പ്രോപ്പർ ഇൻടാക്ട് ആണുകൊണ്ടാണ് നമുക്ക് ഇൻഫെക്ഷൻ ആവാത്തത്. നമ്മുടെ സ്കിന്നിൽ എവിടെയെങ്കിലും ബ്രേക്ക് ഉണ്ടെങ്കിൽ അവിടെ അണുക്കൾക്ക് അകത്ത് കയറാം, ഇൻഫെക്ഷൻ ആക്കാം. അപ്പം ബേൺസ് ആകുമ്പോഴത്തേക്കും ആ സ്കിൻ നല്ല ഡാമേജ് ഉണ്ട്. ആ ഡാമേജ് സ്കിന്നിൽ ഈ അണുക്കൾ കയറിയിരിക്കും. അപ്പം ആ അണുക്കൾ കയറിയിരുന്നും പിന്നെ ആ ഡെപ്തിന്റെ പുറത്ത് ഡിപ്പെൻഡ് ചെയ്യും. ചിലപ്പം ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബേൺസ് ഉണ്ട്. പക്ഷെ ഈ തേർഡ് ഡിഗ്രി ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല ഏരിയ ഓഫ് ടിഷ്യൂ ഡെഡാ. അപ്പൊ അതിന്റെ അകത്ത് ഈ അണുബാധ ആയി കഴിഞ്ഞാല് അത് നമ്മൾ മറന്നു കൊടുത്താലും പോകത്തില്ല, അത് പിന്നെ എടുത്ത് കളയേണ്ടതായിട്ട് വരും. അപ്പം ഇൻഫെക്ഷൻ വളരെ ഒരു വലിയ പ്രോബ്ലമാണ്. ഇൻഫെക്ഷൻ ഒരു മേജർ കോസ് ഓഫ് ഡെത്ത്. ഇപ്പൊ മേജർ ബേൺസ് പറഞ്ഞ മേജറായിട്ട് പോകുന്ന സെപ്സിസ് അല്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പം അതിന് നമ്മൾ കെയർ എടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റൽ ലെവലാണെങ്കിൽ അവിടെ നമ്മൾ എന്താ പറയുന്നത് ഡിഫറെന്റ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്യണം. ഇപ്പൊ വീട്ടിലാണെങ്കിൽ നമ്മൾ ഡിഫറെന്റ് പ്രോട്ടോകോൾസ്. വീട്ടിലാണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് കെയർ ചെയ്യേണ്ടത് അത് നമ്മളൊരു സ്റ്റെറിലൈസ്ഡ് എൻവയോൺമെന്റ് വേണം നമ്മൾ ഈ ഡ്രസ്സിങ്ങും അതൊക്കെ ചെയ്യാം. നോർമലി നമ്മൾ വീട്ടിൽ ചുമ്മാ ഒരു ക്രീം എടുത്ത് അപ്ലൈ ചെയ്ത് കൊച്ചു ബേണൊക്കെ ആണെങ്കിൽ അത് പ്രശ്നമില്ലാതെ പോകും. വലിയതാണെങ്കിൽ അതൊക്കെ ഇൻഫെക്ഷൻ ആവും. അപ്പം കുറച്ച് ഒരു ഇച്ചിരി വലിയ ടൈപ്പ് ഓഫ് ബേണൊക്കെ ആണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വേണം ഡ്രസ്സിങ് ചെയ്യാൻ. അവിടെ സിസ്റ്റേഴ്സ് അവനെ സ്റ്റെറൈലായിട്ട് വേണം അതിനെ ഡ്രസ്സിങ് ചെയ്യാൻ. അതുപോലെ ചിലപ്പം ഇൻഫെക്ഷൻ നമുക്ക് സാധ്യത ഉണ്ടെങ്കിൽ ആന്റിബയോട്ടിക്സിന്റെ ആവശ്യം വരും. അതുപോലെ ഈ ക്രീംസ്, ഈ അണുബാധയെ കൊല്ലുന്ന ക്രീംസ് വേണം, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ. അതുപോലെ നമ്മൾ ഡ്രസ്സിങ്സ് പ്രോപ്പറായിട്ട് വേണം ചെയ്യാൻ. പിന്നെ മേജർ ബേൺസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ആന്റിബയോട്ടിക്സ് നമ്മൾ ഫുൾ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. പിന്നെ വീട്ടിൽ നമ്മൾ ആ എൻവയോൺമെന്റ് നല്ല ക്ലീൻ ആയിരിക്കണം, പൊടിയും ഡസ്റ്റും കാണാൻ പാടില്ല. മോസ്റ്റ് ഓഫ് ദ ഡ്രസ്സിങ്സ് നമ്മളിപ്പം വൂൺസ് ഇപ്പം ക്ലോസ് ഡ്രസ്സിങ്, സർജിക്കൽ വൂണ്ട് പോലെ ട്രീറ്റ് ചെയ്യണം. പണ്ടത്തെ കാലത്തെ പോലെ നമ്മൾ പേഷ്യന്റ് ബേൺ ഉള്ളപ്പം ഒരു കോർണറി ഇട്ട് അവരുടെ പുറത്ത് ക്രെഡിലും വെച്ച് അങ്ങനെയല്ല. അപ്പോഴത്തെ ട്രീറ്റ്മെന്റ്സ് എല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു ബേൺ എന്ന് പറഞ്ഞാൽ ഒരു സർജിക്കൽ പേഷ്യന്റാ, അതിന് നമ്മൾ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് എങ്ങനെ കവർ ചെയ്ത് വെക്കുന്നത്, അതുപോലെ തന്നെ വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ. അതുപോലെ ആ വീട്ടിൽ ആ ബന്ധുക്കാർ വരുന്ന അല്ലെങ്കിൽ വിസിറ്റേഴ്സ് വരുന്ന നമ്മൾ അവോയ്ഡ് ചെയ്യണം. ബിക്കോസ് അവർക്ക് ചുമ കാണും, പനി കാണും, വേറെ ഇൻഫെക്ഷൻസ് കാണും. ഇതെല്ലാം ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ പേഷ്യന്റിന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം മാക്സിമം നമ്മൾ ആ സമയത്ത് ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പം അതിന്റെ കൂട്ടിൽ നമ്മൾ ന്യൂട്രീഷനും ഇംപ്രൂവ് ചെയ്യണം ഇവരുടെ. ബിക്കോസ് നല്ല ന്യൂട്രീഷൻ കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇമ്മ്യൂണിറ്റിയും ഉണ്ടാവും. അപ്പൊ അവർക്ക് പ്രോബയോട്ടിക്സ് അങ്ങനത്തെയൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഒരു ബേൺ പേഷ്യന്റ് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്യണം അതിനെ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ. അത് ജസ്റ്റ് ആ ഒരു കൊച്ചു ബേൺ മാത്രമല്ല, അതിന്റെ കൂട്ടത്തിൽ അസോസിയേറ്റഡ് ബോഡിയിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്താൽ ഈ അണുബാധ കൺട്രോൾ ചെയ്യത്തുള്ളൂ. ചില ബേൺ കേസസിന് സർജറി ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് എത്രത്തോളം ഡീപ്പായ ബേൺസിനായിരിക്കും? ബേൺസിൽ ഇപ്പൊ നമ്മള് പൊള്ളന്ന് നോക്കിയാൽ സ്കിന്നിന് നമുക്ക് മെയിൻ ആയിട്ടുള്ള 2 ലേയേഴ്സ് ആവുള്ളത്. ഒന്ന് എപ്പിഡെർമിസും ഒന്ന് ഡെർമിസും. ഈ 2 ലേയേഴ്സിന്റെ ഡെപ്തിൽ എത്രയും ബേൺ ആഴം വരെ പോയിട്ടുണ്ട്, ആ ആഴം വെച്ചാൽ നമ്മൾ ഈ കാൽക്കുലേഷൻ ചെയ്യുന്നത് ഫസ്റ്റ് ഡിഗ്രി ആണോ, സെക്കൻഡ് ഡിഗ്രി ആണോ, തേർഡ് ഡിഗ്രി ആണോ, ഫോർത്ത് ഡിഗ്രി ആണോ. അപ്പൊ ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ ഈ സൺബേൺ പോലെ ഇപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ അധികം കാണാറില്ല. ബിക്കോസ് നമ്മുടെ പേഷ്യൻസിന്റെ സ്കിന്നൊക്കെ ഇച്ചിരി സ്ട്രോങ്ങും ഇതൊക്കെ അവർക്ക് ഫുൾ ടൈം വെയിലത്തൊക്കെ നടക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷെ വെളിയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അവർക്ക് ഈ സണ്ണിൽ പോയി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർ സൺ ബേത്തിങ് ഒക്കെ പോകും ബീച്ചിലൊക്കെ. അപ്പൊ അവർ വൈകിട്ടാകുമ്പോഴത്തേക്കും അവരുടെ സ്കിന്നെല്ലാം ബേൺ ആവും. പക്ഷെ അത് ഫസ്റ്റ് ഡിഗ്രി ഉള്ളൂ, സൂപ്പർഫിഷ്യൽ ബേണാ. അതിന് ഹോസ്പിറ്റലൊന്നും പോകേണ്ട ആവശ്യമില്ല. അതിന് എമോളിയൻസ്, ക്രീംസ് ഒക്കെ ഇട്ടാൽ ദാറ്റ് ഷുഡ് ബി ഫൈൻ. അത് എപ്പിഡെർമിസ് ലെയർ മാത്രം പറയൂ. സെക്കൻഡ് ഡിഗ്രി ആകുമ്പോൾ നമ്മുടെ കുറച്ച് ഡെർമിസ് വരെ പോകുന്നത്. ആ ബേൺസ് ഇച്ചിരി ഡീപ്പർ ടൈപ്പ് ഓഫ് ബേൺസ്. തേർഡ് ഡിഗ്രി പറഞ്ഞാൽ ഫുൾ സ്കിൻ, എപ്പിഡെർമിസും ഡെർമിസും 2 ലെയറും സ്കിൻ പോയി, അപ്പം സ്കിന്ന് ഫുള്ളി ഡാമേജ്ഡ്. ഫോർത്ത് ആണെന്ന് പറഞ്ഞാൽ വലിയ ഇലക്ട്രിക്കൽ ബേൺസിലൊക്കെ നമ്മൾ കാണുന്ന ആഴത്തിൽ നമ്മുടെ ബോണിനെ എഫക്ട് ചെയ്യാം, നമ്മുടെ മസിൽസിനെ എഫക്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ആ ബേൺസ് ഫോർത്ത് ഡിഗ്രി ബേൺസ് എന്ന് പറയുന്നത്. അപ്പം ഓരോ ഡിഗ്രി അനുസരിച്ച് അതിന്റെ ട്രീറ്റ്മെന്റ് മാറും. ഇപ്പൊ ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ക്രീംസ് മതി. സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദം വിൽ ഹീൽ. സെക്കൻഡ് ഡിഗ്രി ഡീപ്പ് ആവുമ്പോൾ ഇച്ചിരി പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ തേർഡ് ആകുമ്പോഴത്തേക്കും പിന്നെ സ്കിൻ അവിടെ ഫുള്ളി ബേൺഡാ, അതോടെ തിക്ക് ലെയർ ആയിട്ടിരിക്കും, എസ്കാര പോലെ ഇരിക്കും, അണുകൾ കയറിയിരിക്കും, അണുബാധ സാധ്യതയുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ എടുത്ത് കളയണം. അപ്പൊ അങ്ങനത്തെ പേഷ്യൻസിലാണ് കൂടുതലായിട്ട് നമുക്ക് ഈ സർജറി ആവശ്യം വരുന്നത്. പിന്നെ ചിലപ്പോൾ നമ്മൾ സർജറി ചെയ്യുന്നത് ഈ ജോയിന്റ്സിന്റെ ഏരിയസിൽ ചിലപ്പം ബേൺ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ എന്താ പറയുക ഹീലായി കഴിയുമ്പോൾ സ്കാർ ഇഷ്യൂ വരും. ഇപ്പൊ നമ്മൾ ഈ കൈയിന്റെ എൽബോ ജോയിന്റ് അവിടെ ആണെങ്കിൽ പിന്നെ നമുക്ക് ആ പേഷ്യന്റിന് സ്ട്രെയിറ്റൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ കോൺട്രാക്ചേഴ്സ് എന്ന് പറയും. അങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുള്ള പേഷ്യൻസിന്. അല്ലെങ്കിൽ നെക്കില്, ഇപ്പൊ നെക്കില് നല്ല ബേൺസ് ഉണ്ട്. അപ്പൊ ചിലപ്പം ആ ബേൺസ്
കൂടുതലായി കഴിഞ്ഞാൽ കോൺട്രാക്ചർ ആവും, പിന്നെ പേഷ്യന്റിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ എൽബോ, ജോയിന്റ്സിൽ. അപ്പൊ അങ്ങനത്തെ ഒക്കെ റീജിയൻസിൽ നമ്മൾ സർജറി ചെയ്യാറുണ്ട്. അപ്പൊ സർജറി നമ്മൾ സ്കിൻ ഗ്രാഫ്റ്റിങ്ങോ വേറെ ടൈപ്സ് ഓഫ് സർജറി ഉണ്ട് അതിന്. അപ്പൊ ആ രീതിയിൽ നമ്മൾ പോകും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ്. പിന്നെ ചില പേഷ്യൻസിന് നമ്മൾ കോസ്മെറ്റിക്കലായിട്ടും ചെയ്യും. അവർക്ക് ഈ ഏരിയയിൽ ഇനി ഈ ബേൺ ഹീലായ വെരി ബാഡ് സ്കാർ, ഒരു സ്കാർ പോലെ വരും. അപ്പൊ അങ്ങനെ പാടുപെടാതിരിക്കാനും ബാഡ് ആയിട്ടുള്ള സ്കാർ റീജൻസിലും നമ്മൾ അവിടെ അവർക്ക് സർജറി ചെയ്യാറുണ്ട്. അപ്പം ഒരു ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കണ്ടീഷൻ, ഓരോ ലെവൽ അനുസരിച്ച്. മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ബേൺസ് ഹീൽ ആവാതിരിക്കും. അത് ഡീപ് ബേൺസ് ആവുമ്പോൾ അതിന് ഹീൽ ആവാൻ സാധ്യതയില്ല. അങ്ങനത്തെ ബേൺസിന് കൂടുതലായിട്ട് ഗ്രാഫ്റ്റ്. പിന്നെ ഞാൻ പറഞ്ഞ വേറെ ഇൻഡിക്കേഷൻസും വരും സർജറീസിൽ. പിന്നെ പൊള്ളലേറ്റ പേഷ്യൻസിന് ഭക്ഷണത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഭക്ഷണ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ടോ സ്പെഷ്യലായിട്ട്? അതുപോലെ ഈ നോൺ വെജ് ഫുഡുകൾ അവർക്ക് കഴിക്കാൻ പാടുണ്ടോ? ബേൺ പേഷ്യൻസിൽ നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് മെയിൻ ആയിട്ടുള്ള അവർക്ക് ഹീലിംഗിന് നല്ല എമൗണ്ട് ഓഫ് ഇത് വേണം, കാലറീസ് വേണം, അവർക്ക് പ്രോട്ടീൻസ് നല്ലതായിട്ട് വേണം, വിറ്റാമിൻസ് വേണം, മിനറൽസ് വേണം, ട്രേസ് എലിമെന്റ്സ് വേണം. ട്രേസ് എലിമെന്റ്സ് പറഞ്ഞാൽ ഭയങ്കര ലോ ക്വാണ്ടിറ്റീസിലുള്ള മൈക്രോ ന്യൂട്രിയൻസ് വരും, സ്മോൾ ക്വാണ്ടിറ്റീസിലുള്ള ഇപ്പം ഈ സെലീനിയം അതുപോലത്തെ ഒക്കെ അവർ കുറെ കാര്യങ്ങളുണ്ട് വിച്ച് ആർ ഇൻ വെരി സ്മോൾ ക്വാണ്ടിറ്റീസ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഡയറ്റിൽ കൂടി കിട്ടിയാലേ നമുക്കൊരു പ്രോപ്പർ ഹീലിംഗിലോട്ട് പോകത്തുള്ളൂ പേഷ്യൻസ്. അപ്പൊ ആ എന്താ പറയുന്നത് അതെല്ലാം നമ്മൾ വേണം ഈ ഇതിൽ സപ്ലൈ ചെയ്യാൻ. ഇപ്പൊ നോർമൽ പേഷ്യന്റ് ആണെങ്കിൽ അവർക്കെല്ലാം കഴിക്കാം. അവർക്ക് ഇപ്പൊ ഡയബറ്റീസ് ഇല്ല, ഹൈപ്പർ ടെൻഷൻ ഇല്ല, വേറെ അസുഖങ്ങളില്ല, ലിവർ ഡിസീസ് ഇല്ല, കിഡ്നി ഡിസീസ് ഇല്ല, വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർക്കൊരു നോർമൽ ഡയറ്റ് കഴിക്കാം. ആക്ച്വലി അവർക്ക് നല്ലവണ്ണം കഴിക്കാം. എത്ര കാർബോഹൈഡ്രേറ്റ്സ്, കാർബ്സ് കൂടാം, അവർക്ക് കാലറീസ് കൂട്ടാം, പ്രോട്ടീൻസ് കൂട്ടാം, വെജ് കഴിക്കാം, നോൺ വെജ് കഴിക്കാം, ഇഷ്ടമുള്ള പോലെ എല്ലാം കഴിക്കാം. പക്ഷേ പേഷ്യൻസ് അപ്പോൾ ഡയബറ്റിക്കാ, അപ്പം നമ്മൾ ഷുഗേഴ്സ് റെസ്ട്രിക്ട് ചെയ്യും. അവർക്ക് ഡയബറ്റിക് കൺട്രോൾ വേണം. അതിന്റെ ഇപ്പൊ ഹൈപ്പർ ടെൻസീവ്, അപ്പൊ നമുക്ക് സോൾട്ട് കൺട്രോൾ വേണം. അപ്പൊ അങ്ങനെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കണ്ടീഷൻ. ഇപ്പൊ ലിവർ ഡിസീസ് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ അപ്പം ചില ഫുഡ്സ് അവർക്ക് കഴിക്കാൻ പറ്റില്ല. കിഡ്നി ഡിസീസ് ഉള്ള ആളാണെങ്കിൽ അവർക്ക് നമുക്ക് റെസ്ട്രിക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഡിസീസസ് ഉള്ള ആൾക്കാർക്ക് നമുക്ക് യൂഷ്വൽ റെസ്ട്രിക്ഷൻ വരത്തുള്ളൂ. അല്ലാത്ത ബേൺ പേഷ്യന്റ്, നോർമലായിട്ടുള്ള ബേൺ പേഷ്യന്റ്, ഒരു ഡിസീസ് ഇല്ലാത്ത അവർ ആക്ച്വലി മാക്സിമം എത്രയും ഇൻടേക്ക് കൂടാം അത്രയും നമുക്ക് ഹീലിംഗ് ഇംപ്രൂവ് ചെയ്യും. ബിക്കോസ് ആദ്യമേ ഈ ബേൺ പേഷ്യൻസിന്റെ ആപ്പിറ്റൈറ്റ് കുറവാണ്. അപ്പം പൊതുവെ അവർക്ക് കഴിക്കാൻ കുറവാണ്. അപ്പം നമ്മൾ അവരോട് മാക്സിമം കഴിക്കാൻ പറയണം. അവർ എത്രയും മാക്സിമം ടോളറേറ്റ് ചെയ്യും അത്രയും നല്ലത്. പിന്നെ മേജർ ബേൺ പേഷ്യൻസിന് അവർക്ക് ന്യൂട്രീഷൻ കുറവ് ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ മൂക്കിൽ കൂടി ട്യൂബ് ഇടും, റൈൽസ് ട്യൂബ് എന്ന് പറയും. ട്യൂബ് ഇട്ടിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഹൈ കാലറി, ഹൈ പ്രോട്ടീൻ മിക്സ്ചേഴ്സ് നമ്മൾ കണ്ടിന്യൂസ്ലി ഇഞ്ചെക്ട് ചെയ്യും. അത് അല്ലാത്ത ആണെങ്കിൽ ചിലപ്പോൾ അവരുടെ എടുക്കാൻ ഒക്കത്തില്ല. ചില പേഷ്യൻസിന് വയറിന് പ്രശ്നമുണ്ട്, അവർക്ക് വോമിറ്റിംഗ് കാണും. അങ്ങനെയൊക്കെ ഉള്ള പേഷ്യൻസ്, അത് അഡ്മിറ്റഡ് പേഷ്യൻസിന് കാര്യം പറയും. അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ പാരന്റൽ ന്യൂട്രീഷൻ എന്ന് പറയും. നമ്മൾ IV ലൈനിൽ കൂടി സലൈൻ കൊടുക്കുന്ന പോലെ അതിന്റെ അകത്ത് ത്രൂ നമ്മൾ അമൈനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ്, പിന്നെ ആവശ്യമുള്ള വിറ്റാമിൻസ്, കാലറീസ് എല്ലാം നമ്മൾ കൊടുക്കും. അപ്പം മൊത്തത്തിൽ നമുക്കൊരു പേഷ്യന്റ് ന്യൂട്രീഷൻ ഇംപ്രൂവ് ചെയ്താൽ ഒരു വലിയൊരു ചേഞ്ച് നമ്മൾ പേഷ്യന്റിൽ കാണും. അവരുടെ ഹീലിംഗ് ബെറ്റർ ആവും, ഫാസ്റ്റർ ആവും. പൊള്ളലേറ്റ പേഷ്യൻസ് എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സ്കാർ. അത് പൂർണ്ണമായും മാറ്റാൻ പറ്റുന്നതാണോ? പൊള്ളലിന് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സ്കിൻ ഡാമേജിന്റെ പുറത്ത് ഈ സ്കാറിങ് ഡിപ്പെൻഡ് ആവുന്നത് നമ്പർ 1. അപ്പം നമുക്കൊരു മൈനർ ഡാമേജ് മാത്രം ഉണ്ടെങ്കിൽ സ്കിൻ അത് റീഗ്രോ ആയിട്ട് ഇപ്പം ഫസ്റ്റ് ഡിഗ്രി അതിൻ്റെ യൂഷ്വലി സ്കാർ ഒന്നും കാണില്ല. സെക്കൻഡ് ഡിഗ്രിയിലും ഒരുമാതിരി സൂപ്പർഫിഷ്യലൊക്കെ സ്കാർ കാണത്തില്ല. ഈ ഡീപ്പർ ആയിട്ട് പോകുന്ന ബേൺസിൽ നമുക്ക് ഈ ഫൈബ്രോബ്ലാസ്റ്റ് ആക്ടിവിറ്റി കൂടുകയും ഫൈബ്രോസിസ് കൂടുതലാവണം, സ്കാർ ടിഷ്യൂ ഉണ്ടാവണം. അതുപോലെ സെക്കൻഡ് ഡിഗ്രി ഡീപ്പും ഡീപ്പറായിട്ട് പോകുന്ന ബേൺസിൽ. പിന്നെ സെക്കൻഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചില പേഷ്യൻസിന് അവർക്ക് ജെനറ്റിക്കലി ഹെറിഡിറ്ററി അല്ലെങ്കിൽ ജെനറ്റിക്കലി അവർക്ക് അവരുടെ സ്കിൻ ഭയങ്കര ഡെലിക്കേറ്റ്, എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മസ്കിറ്റോ കടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സ്കാർ ആവാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ പേഷ്യൻസ് ആണെങ്കിലും അവർക്ക് കൂടുതലായിട്ട് ഈ സ്കാർ പ്രോബ്ലംസ് വരാനുണ്ട്. അവർ സ്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഇത് ഒരു ബേൺ പേഷ്യൻ്റ് ആകുമ്പോൾ നമ്മൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന്റെ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നത്. ഇൻഫാക്ട് നമ്മളൊരു ബേണിന്റെ ഹീലിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പറയും ബേൺ ഹീലിംഗ് കഴിഞ്ഞു, ഇനി ആ ബേൺ ഹീലിംഗിന്റെ ഓയിൻമെന്റ്സ് മാറും, ഹീലിംഗിന്റെ ട്രീറ്റ്മെന്റ് മാറും. പിന്നെ നമ്മൾ നോക്കുന്ന ഈ പേഷ്യന്റ് സ്കാറിങ്ങും എങ്ങനെ അത് ബാക്കി ഇംപ്രൂവ്മെന്റ്സ് ആവുന്നത്. അപ്പം പിന്നെ അത് സ്കാർ മാനേജ്മെന്റിലോട്ടാണ് പോകുന്നത്. അപ്പൊ സ്കാർ മാനേജ്മെന്റിലത് കുറെ നമുക്ക് ട്രീറ്റ്മെന്റ്സ് ഉണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്കാർ. ഇപ്പൊ മൈനർ സ്കാർസ് ആണെങ്കിൽ മാത്രം അതിന് നമ്മൾ ക്രീംസും ഓയിൻമെന്റ്സും ചിലപ്പം കുറച്ച് സ്റ്റിറോയിഡ് ക്രീംസ് കൊടുക്കും, ലോക്കലാ. അപ്പൊ അത് ബോഡിയിലോട്ട് അബ്സോർവ് ആവാൻ കുറവാണ്. അപ്പം ലോക്കലായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ സിലിക്കോൺ ജെൽ അല്ലെങ്കിൽ സിലിക്കോൺ ഷീറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്,
അത് ഇട്ട് കഴിയുമ്പോഴും നമ്മൾ ഈ ചില സ്കാർസ് ഒക്കെ സെറ്റിൽ ആവും. മൂന്നാമത്തെ കാര്യം, നമുക്ക് ഈ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് ഉണ്ട്, ലോക്കൽ കനക്കോട്ട് ഇഞ്ചെക്ഷൻസ് വരും. ഈ ഇഞ്ചെക്ഷൻസ് ആക്ച്വലി ആ ലോക്കൽ സൈറ്റിൽ, പക്ഷെ ഇതെല്ലാം നമുക്ക് വലിയ പനി കൊടുക്കാൻ പറ്റില്ല. കുറച്ച് സ്കാർസ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് നമുക്ക് കൊടുക്കാം. അപ്പൊ അത് ലോക്കലി ആക്ട് ചെയ്യും, ആ സ്കാറിന്റെ ആക്ടിവിറ്റി കുറയ്ക്കും, അത് ഇമ്പ്രൂവ്മെന്റ് ആവും. നാലാമത്തത്, ചില പേഷ്യൻസിന് സ്കാർ വളരെ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഏരിയയിൽ മൊത്തം നമുക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പാടാവും. അപ്പം ചിലപ്പോൾ നമ്മൾ സർജറിയിലോട്ട് പോകും. അവിടെ നിന്ന് നമ്മൾ സ്കിൻ എടുത്തിട്ട് നമ്മൾ പുതിയ സ്കിന്നിട്ട് സ്കിൻ ഗ്രാഫ്റ്റിംഗ് പോകും. അഞ്ചാമത്തത്, ചിലപ്പം ചില സ്കാർസ് നമ്മൾ ലേസർ തെറാപ്പി കൊടുക്കും. അപ്പം ലേസേഴ്സും ഇപ്പം അവൈലബിൾ ആ സ്കാറിന് ട്രീറ്റ്മെന്റ് ഇമ്പ്രൂവ് ചെയ്യാൻ. പിന്നെ ആറാമത്തത്, നമുക്ക് കംപ്രഷൻ ട്രീറ്റ്മെന്റ് ഉണ്ട്, പ്രഷർ ഗാർമെന്റ് പറയും. അപ്പൊ അത് നമ്മൾ എലാസ്റ്റിക് മെറ്റീരിയൽ വെച്ച് മെഷർമെന്റ് എടുത്തിട്ട് അത് ഇപ്പം കയ്യിന്റെ ഭാഗമാണെങ്കിൽ ഒരു ലൈക്ര പോലെ ഉണ്ടാക്കി മെറ്റീരിയൽ വെച്ച് അത് ടൈറ്റ് കംപ്രഷൻ ചെയ്യുമ്പോൾ അവർ കണ്ടിട്ട് തന്നെ നമ്മൾ അതിന്റെ കൂടെ ക്രീംസും സിലിക്കോൺ ജെല്ലും ഷീറ്റും ഒക്കെ കമ്പൈൻ ചെയ്യുമ്പോൾ അതിന്റെ തിക്നെസ് കുറയും, സ്കാർസ് സെറ്റിൽ ആവും. നോർമലി സ്കാർസ് രണ്ട് ടൈപ്പിലെയാണ്. ഒന്ന് ഹൈപ്പോട്രോഫിക് സ്കാർസ്, ഒന്ന് കിലോയിഡൽ സ്കാർസ്. ഹൈപ്പോട്രോഫിക് സ്കാർസ് എന്ന് പറഞ്ഞാൽ അത് ഒരു 6 months 1 year വേണ്ടി കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ നോർമലി നമ്മൾ ബേൺ പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ബേൺസ് കഴിഞ്ഞു ഇനി എന്തുവാ പ്രശ്നം. അങ്ങനെയല്ല, അതൊരു 6 months 1 year എടുക്കും എല്ലാം കൂടെ സെറ്റിൽ ആവും. അപ്പൊ ആദ്യത്തെ ഒരു 6 months to 1 year ആ സെറ്റിൽ ഉണ്ട്, ഫേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് നല്ലവണ്ണം സെറ്റിലായി വരത്തുള്ളൂ. അപ്പം നമുക്ക് ആ ഒരു പേഷ്യൻസ് വേണം. ബേൺ പേഷ്യൻസ് വരുമ്പോൾ നമുക്ക് അവരെ കൗൺസിൽ ചെയ്ത് അവർക്കത് മനസ്സിലാക്കണം. അത് ഇറ്റ് വിൽ ടേക്ക് ടൈം. അതുപോലെ റിലേറ്റീവ്സ് മനസ്സിലാക്കണം, സ്കാർ ഇതിന്റെ ഒരു മേജർ പ്രോബ്ലമാ, ഇച്ചിങ് കാണും, പെയിൻ കാണും, ചിലപ്പം പാടുകൾ കാണും. അപ്പൊ ഇതൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾ കണ്ടിന്യൂസ്ലി ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അത് ഇതെല്ലാം ടെക്നിക്സ് നമ്മൾ ഡിപ്പെൻഡിങ് അപ്പോൺ ഈ സ്കാർ നമ്മൾ ചെയ്യണം. പൊള്ളലേറ്റ ഒരു വ്യക്തി മാനസികമായും ശാരീരികമായിട്ടും വളരെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. അവർക്ക് നമുക്ക് ഫാമിലി മെമ്പേഴ്സിന് അവർക്ക് എങ്ങനെ ഒരു മെന്റൽ സപ്പോർട്ട് കൊടുത്ത് അവരൊന്ന് ഇതാക്കി എടുക്കാൻ പറ്റും? ബേൺസ് എന്ന് പറഞ്ഞാല് നമ്മൾ നോർമലി ജനിക്കും ഒരു പൊള്ളലായി അത്രേ ഉള്ളൂ. പക്ഷെ അതല്ലാതെ അത് ഫിസിക്കലിയും മെന്റലിയും ഒരു പേഷ്യന്റിനെ വളരെ ഡീപ്പായിട്ട് എഫക്ട് ചെയ്യാൻ ഉണ്ട്. ഇപ്പം ഞാൻ ഒരു കൊച്ചു ബേണിന്റെ കാര്യമല്ല പറയുന്നത്, ഫിംഗർ ബേണോ അല്ലെങ്കിൽ ഹാൻഡ്, അത് ഇപ്പൊ നമ്മളൊരു അഡ്മിറ്റ് ചെയ്ത പേഷ്യന്റ് ആണെങ്കിൽ അപ്പൊ അവർക്ക് ബേൺ ആവുമ്പോഴത്തേക്കും അവരുടെ മനസ്സിൽ കുറെ ചിന്തകളുണ്ട്. ഞാൻ ഹീലാവുമോ, എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ, ഇത്രയും വലിയ ഒരു ബേൺ ആയിട്ട് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ. നമ്പർ 2, ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഹീലാവുമ്പോൾ സ്കാരിങ് ആവുമോ. നമ്പർ 3, ഇവരെന്നെ അക്സെപ്റ്റ് ചെയ്യുമോ, വീട്ടിലെ ആൾക്കാർ. അതല്ല, നിങ്ങൾ വൈഫ് എന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫ് അക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ വൈഫ് ആണെങ്കിൽ ഹസ്ബൻഡ് അക്സെപ്റ്റ് ചെയ്യുമോ, നാട്ടുകാർ അക്സെപ്റ്റ് ചെയ്യുമോ. ഇത്രയും പൊള്ളൽ പിടിച്ച ആളിനെ കാണുമ്പോൾ അവർക്കിപ്പം എന്തെങ്കിലും ഡിഫോമിറ്റീസ് ആവുമോ, എനിക്ക് എന്തെങ്കിലും ഡിഫോമിറ്റീസ് ആവുമോ, അപ്പം എന്നെ കാണാൻ ഇനി ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമോ, ഞാൻ എൻ്റെ കോസ്മെറ്റിക് അപ്പിയറൻസ് എങ്ങനെ ആയിരിക്കും, ബോഡി ഇമേജ്, അതൊരു ബോഡി ഇമേജ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെയൊക്കെ മാനസികമായിട്ട് അവർക്ക് വളരെ മെന്റൽ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഞാൻ തിരിച്ചു പോകുമ്പോൾ എനിക്ക് ജോലി കാണുമോ, എന്നെ ആൾക്കാർ ജോലിയിൽ എടുക്കുമോ, ഇങ്ങനെ വളരെ ഒരു നമ്മളത് നോക്കും. നമ്മളെ വെളിയിൽ നോക്കുമ്പോൾ ഒരു പൊള്ളലുണ്ട്, അതിനെ ട്രീറ്റ് ചെയ്യുക, അതല്ല, ഇതെല്ലാം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന ഒരു ഇതാണ്. അപ്പം അതിനു വേണ്ടി ഈ പേഷ്യൻസിന് ഒരു കംപ്ലീറ്റ് സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. അപ്പൊ ഈ സപ്പോർട്ടിൽ നമ്മൾ അവരുടെ എല്ലാവരെയും ഇൻവോൾവ് ചെയ്യണം ആക്ച്വലി. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലാണെങ്കിൽ നമ്മുടെ ഡോക്ടേഴ്സ് വരുമ്പോൾ ഇപ്പം ഞങ്ങൾ തന്നെ പോകുമ്പോൾ ആ ഒരു സപ്പോർട്ട് പേഷ്യന്റിന് കൊടുക്കണം. ദേ വിൽ ബിക്കം ബെറ്റർ, എല്ലാം ശരിയാവും, അത് ട്രീറ്റ്മെന്റ് ചെയ്താൽ ഇംപ്രൂവ് ആവും, ഹി വിൽ ബി ഏബിൾ ടു ഗോ ബാക്ക് ടു ഹിസ് ജോബ്. ആ രീതിയിൽ ഒരു സപ്പോർട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് തിങ്, നഴ്സിംഗിന്റെ വലിയൊരു ഇൻവോൾവ്മെന്റ് ഉണ്ട് ഇതിനകത്ത്. അവർ ഫുൾ ടൈം പേഷ്യൻസ് കൂടെ ഉണ്ട്. അപ്പൊ അവർ കണ്ടിന്യൂസ്ലി ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇരിക്കണം. മൂന്നാമത്തെ ഫാമിലി മെമ്പേഴ്സ് അവരെ കാണുമ്പോൾ എപ്പോഴും that this has happened, ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്, എവറിത്തിങ് വിൽ ബി. ആ ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടണം. വീട്ടിൽ വന്നാലും സപ്പോർട്ട് കിട്ടും. ജോലി സ്ഥലത്തുള്ള അപ്പം ജോബിലും അവർ മനസ്സിലാക്കണം ഇങ്ങനെ ഒരാളിന് പൊള്ളൽ പറ്റിയിട്ടുണ്ട്, അപ്പൊ അങ്ങനെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ചില പേഷ്യൻസിന് കൗൺസിലിംഗിന്റെ ആവശ്യം വരും. അപ്പൊ നമ്മൾ നമുക്ക് സ്പെഷ്യൽ കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പൊ അവർ കൗൺസിലർ പോയി അവരുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് അവരുടെ കൂടെ ഡിസ്കസ് ചെയ്ത് അവർക്കൊരു മെന്റൽ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ നാലാമത്തത് നമുക്കുള്ളത്, ചില പേഷ്യൻസിന് ബേൺസിലാവുമ്പോഴത്തേക്കും അവർക്ക് ഡിസോറിയന്റേഷൻ, എന്താ പറയുക, ഡെലിരിയം, കുറെ പ്രശ്നങ്ങളാവാൻ സാധ്യതയുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ബേൺ സൈക്കോസിസ് പോലെ പറയും. അപ്പൊ അവർക്ക് ഇങ്ങനെയൊക്കെ ഈ റൂമിൽ കിടന്ന് ഇത്രയും ബേണൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അവരുടെ എന്താ പറയുക മെന്റൽ ഇക്വിലിബ്രിയം പോകും. അപ്പൊ അവർക്ക് വേണ്ടി ചിലപ്പോൾ നമുക്ക് ആക്ച്വലി സൈക്കാട്രിസ്റ്റിനെ വിളിക്കേണ്ടതായിട്ട് വരും. അവരും വന്ന് ഫുള്ളായിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണം. അപ്പൊ ഇതൊരു ലോങ് റൺ പ്രോസസ്സാണ്. ഇത് ഹോസ്പിറ്റലില്, അതുപോലെ തന്നെ വീട്ടില് ഫാമിലി മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്യണം,
ജോബ് സൈറ്റിൽ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇത് തിരിച്ച് വെൻ ഹി ഗോസ് ബാക്ക് ടു സൊസൈറ്റി തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പൊ നമ്മളൊരു പൊള്ളൽ വേണ്ട പേഷ്യൻ്റ് ആണ്, നമ്മൾ ആ ഒരു സിമ്പതി വെച്ച് അവരെ നോക്കണം. വി ഷുഡ് അക്സെപ്റ്റ് ദം ബാക്ക് ടു ദിസ്. അപ്പൊ ഒരു മൾട്ടി ലെവലിൽ വേണം നമുക്കൊരു ബേൺ പേഷ്യന്റിന് സപ്പോർട്ട് കൊടുക്കാൻ. അതായത് ഒരു ബേണിന് ഒരു പൊള്ളലായി അത് ബെറ്ററായി ഇപ്പം കഴിഞ്ഞു, അതല്ല, അത് ഒരു ലോങ് ഡ്രോൺ പ്രോസസ്സാണ്. അതിനെ നമ്മൾ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യണം. ആ പേഷ്യന്റിനെ നമ്മൾ തിരിച്ച് സൊസൈറ്റിയിൽ ഒരു നോർമൽ പേഴ്സൺ ആയിട്ട് കൊണ്ടുപോകാൻ സപ്പോർട്ട് ചെയ്യണം. പേഷ്യൻസ് ഹോസ്പിറ്റലൈസ്ഡ് ആയ പേഷ്യൻസ് ആണെങ്കിൽ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയതിനു ശേഷം നമ്മൾ എന്തൊക്കെ രീതിയിലാണ് അവരെ ശ്രദ്ധിക്കേണ്ടത്? വീട്ടിൽ നമ്മൾ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള നമ്മൾ ചിലപ്പം നമ്മൾ അറിയേണ്ടത് ഈ പേഷ്യൻസിന് കുറച്ച് ലോക്കൽ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അവർ ഹീൽ ആയിട്ടുണ്ടെങ്കിലും അവരുടെ സ്കിൻ ഭയങ്കര ഡെലിക്കേറ്റ്. അപ്പൊ ചിലപ്പോൾ അവിടെ ഇവിടും തൊട്ടുമ്പോൾ കൊച്ചു ബ്രേക്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മൾ ട്രീറ്റ് ചെയ്യണം, ഓയിൻമെന്റ്സ്, ആന്റിബയോട്ടിക് ക്രീംസ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്കാറിങ് അങ്ങനത്തെ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഡിസ്കളറേഷൻ വരാൻ, പിഗ്മെന്ററി പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. വെയിൽ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. ഒരു 3 months മിനിമം നമ്മൾ വെയിൽ അവോയ്ഡ് ചെയ്യണം. അപ്പം കുട പിടിക്കുക, സൺസ്ക്രീൻസ് ഇടുക, അതുപോലെ മാക്സിമം വെയിൽ പോവാതിരിക്കാൻ നോക്കുക. പോവാണെങ്കിലും ഫുള്ളി കവർ ചെയ്ത് പോകുക. ബിക്കോസ് ഈ വെയിൽ അടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഡെലിക്കേറ്റ് സ്കിന്നില് ഈ അൾട്രാവയലറ്റ് റേസും ഒക്കെ അടിച്ചിട്ട് ഈ പിഗ്മെന്ററി ചേഞ്ചസ് കൂടും. ഒരു പ്രാവശ്യം കൂടി കഴിഞ്ഞാൽ പിന്നെ കുറയ്ക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പം അത് നമ്മൾ ലോക്കലായിട്ടുള്ള ഈ കെയർ എടുക്കണം. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്കാർസിന്റെ മാനേജ്മെന്റ് ട്രീറ്റ്മെന്റ് എല്ലാം നമ്മൾ ചെയ്യണം. പിന്നുള്ളത് അവരുടെ ന്യൂട്രീഷൻ. അവർക്ക് നല്ല ന്യൂട്രീഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അവർക്ക് ഫുഡ് ഇത് പറഞ്ഞ പോലെ പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്, വിറ്റാമിൻസ് എല്ലാം നമ്മൾ കൊടുക്കണം. പിന്നെ അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ്. പിന്നെ ഇവർക്ക് പെയിൻ കാണും, ഇച്ചിങ് കാണും. അപ്പൊ അതെല്ലാം നമ്മൾ നോക്കി സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ബേൺ കഴിഞ്ഞല്ലോ ഇനി എന്തോ, അങ്ങനെയല്ല. ബേൺസിൽ ലോങ് ടേം അവർക്ക് ഇതൊക്കെ കാണും. സ്കാറില് ഇച്ചിങ്, പിൻ പ്രിക്കിങ്, ഇങ്ങനെയെല്ലാം കാണും അവർക്ക്. അപ്പൊ അതെല്ലാം നമ്മൾ കണ്ടിന്യൂസ്ലി ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉള്ളതാണെങ്കിൽ ആന്റിബയോട്ടിക് കവറേജ് അതെല്ലാം നമ്മൾ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആൾക്കാർ ആദ്യം വരാതെ അവർക്ക് അഡീഷണലി ഓൾറെഡി അവർക്ക് ഇങ്ങനെ ഒരു വലിയൊരു ട്രോമ കൂടെ അവർ വെളി വന്നേക്കുക. അപ്പൊ അവർക്ക് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. വെളിയിൽ നിന്ന് ഒരു ഇൻഫെക്ഷൻ കൊടുക്കുക, ആൾക്കാർ കോൾഡ്, കോഫ് അത് ഇത് പിടിച്ചുകൊണ്ട് വന്നിട്ട് അവർക്ക് അത് വിസിറ്ററായിട്ട് വന്ന് കൊടുക്കരുത്. അപ്പൊ നമ്മൾ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫുൾ മെന്റൽ സപ്പോർട്ട്, അവരുടെ ജോബ് സെക്യൂരിറ്റി, അവരുടെ സോഷ്യൽ അക്സെപ്റ്റൻസ് എല്ലാം നമുക്ക് അതിന്റെ കൂട്ടത്തിൽ കമ്പൈൻ ചെയ്യണം. താങ്ക് യു ഡോക്ടർ.